ഇന്ന് നമുക്ക് അവലോസുണ്ട ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കിലോ അരി പുട്ടിന് പൊടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 നാളികേരം അത് ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഏലക്കയും ജീരകവും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ തീയൊക്കെ നന്നായിട്ട് കത്തി വന്നിട്ടുണ്ട്. നമുക്ക് ഉരുളി വെച്ച് കൊടുക്കാം. നമ്മൾ അരിപ്പൊടി, നാളികേരം, ജീരകം, ഏലക്ക ഒക്കെ കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മൂത്ത് വരട്ടെ. നമ്മളെ പൊടിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞു, പൊടി മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പെട്ടെന്നായിക്കോളും. ആ വെള്ളം വലിഞ്ഞ് കിട്ടേണ്ട താമസമേ ഉള്ളൂ. ഇനി പെട്ടെന്ന് മൂത്ത് കിട്ടും. നമ്മളെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്തതും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ രണ്ടാമതിട്ട പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ വറുത്ത് വെച്ച പൊടി മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തു. അപ്പോൾ ഏലക്കയും നാളികേരത്തിൻ്റെ കൊത്തൊക്കെ ഉണ്ടായിരുന്നതൊക്കെ പൊടിഞ്ഞ് നല്ല സൂപ്പറാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി നോക്കാം. അതിന് വേണ്ടി നമുക്കൊരു ശർക്കരപ്പാനി റെഡിയാക്കാം. അതിന് 3/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പാനിയാക്കി എടുക്കാം. നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അതൊരു നൂല് പരുവെന്നുള്ളതാണ് കണക്ക്. ശർക്കര നല്ല നൂല് പരുവായിട്ടുണ്ട്. നമ്മളെ പൊടി വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്കതിന് പാവ് ഒഴിച്ചു കൊടുക്കാം. പാവ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി നല്ല ചൂടോടെ പിടിച്ചു കൊടുക്കണം. അപ്പോഴാണ് അവലോസുണ്ട റെഡിയാവുക. അയ്യോ പിടിക്കണ്ടോ? കാണുന്നുണ്ടോ? ചൂടോടെ പിടിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞത് കയ്യൊക്കെ നാശമായി. കയ്യൊക്കെ പൊള്ളി നാശമായി. ഇനി നമുക്ക് ഈ ഉരുളേനെ ഒന്നും കൂടി നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഉരുട്ടാൻ വയ്യ. നമ്മൾ അവലോസുണ്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളെടുത്ത പൊടി ഫുള്ള് ചെയ്തെടുത്തു. അപ്പോൾ സൂപ്പറായി. ഇനി ചൂടാറിയിട്ടൊരു പാത്രത്തിലിട്ട് വയ്ക്കാം.